ഞാൻ റീസെന്റ് കണ്ട ഒരു ആക്ഷൻ കോമഡി മൂവിയാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒരു അടിപൊളി മൂവിയാണ്. നമ്മളെ ബുള്ളറ്റ് ട്രെയിൻ എന്നുള്ള മൂവി ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ക്ലോസ്ഡ് സ്പേസിനകത്ത് നടക്കുന്ന ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു സ്പൈ പുള്ളിക്കാരൻ ഒരു ഗോസ്റ്റിനെ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ് ഒരു ഫ്ലൈറ്റിൽ. ഈ ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ ആരാ എന്താന്ന് ഒരു ഡീറ്റെയിലും കാണത്തില്ല. പുള്ളിക്കാരൻ ഒരുപാട് കാലമായിട്ട് അണ്ടർഗ്രൗണ്ട് ആണ്. സോ അയാളെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു മച്ചാൻ പോവുകയാണ്. അപ്പോൾ താൻ വിചാരിക്കുന്ന വെച്ചാൽ ഫ്ലൈറ്റിലല്ലേ ചില്ലായിട്ട് അങ്ങ് പോവാം, ഭയങ്കര കൂളായിട്ടിരിക്കുക എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ആ ഒരു ഫ്ലൈറ്റിൽ മച്ചാൻ മാത്രമല്ല, ആ ഒരു ഗോസ്റ്റിനെ തപ്പി ഇറങ്ങിയ ഒരുപാട് ബൗണ്ടി ഹണ്ടേഴ്സും കില്ലേഴ്സും അസാസിൻസും അങ്ങനെ ഒരുപാട് പേരുണ്ട്. എണ്ണിയാൽ പോലും തീരത്തില്ല. ഓരോ സീറ്റിലും ഓരോ ആൾക്കാർ വെച്ചുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തതും അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്ത ഒരു ഗോസ്റ്റിനെ കണ്ടുപിടിക്കുന്നതൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ഇതൊരു പക്ക ആക്ഷൻ മൂവി അല്ല. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടും എൻഗേജിംഗ് ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് സിറ്റുവേഷൻ അങ്ങനെയൊന്നുമല്ല. ഫൈറ്റിന്റെ ഇടയ്ക്കും കോമഡിയും കാര്യങ്ങളും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പക്ക ആക്ഷൻ കോമഡി മൂവി എങ്ങനെയാണ് അതേ മോഡലാണ് സിനിമ പോകുന്നത്. ഒരു പോയിന്റ് വരെ ഒരു പക്ക ആക്ഷൻ കോമഡി ആയിട്ട് പോയിട്ട് സിനിമ ഒന്ന് ചെറുതായിട്ട് സീരിയസ് സിറ്റുവേഷനിൽ പോകുന്ന ഒരു ട്രാക്ക് ഉണ്ട്. ആ ഒരു ട്രാക്ക് തൊട്ട് മൂവിയുടെ എൻഡ് വരെ അടിപൊളിയാണ്. ബുള്ളറ്റ് ട്രെയിൻ എന്ന മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ ഒരു ടൈപ്പിൽ വരുന്ന മൂവിയാണ്. കാരണം പല ഏരിയാസിലും സിമിലാരിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ എക്സാക്ട്ലി അല്ലെങ്കിലും ചില ഏരിയാസിലൊക്കെ തോന്നി. ആൻഡ് ഈ മൂവിയുടെ സ്റ്റോറി നടക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്ന ഫ്ലൈറ്റിലാണ്, അത് ഓൺ എയറിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ലോജിക്കായിട്ട് ചിന്തിക്കാൻ പോയി കിളി പറക്കുമ്പോൾ അതുകൊണ്ട് വലിയ ലോജിക്കായിട്ടൊന്നും ചിന്തിക്കാൻ പോകണ്ട. അതൊക്കെ പൂട്ടിക്കെട്ടി വെച്ചിട്ട് സിനിമ കാണാൻ പോവുക. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ആ ഒരു സ്പൈ മൂവീസ് അല്ലെങ്കിൽ ഏജന്റ് മൂവീസ് അല്ലെങ്കിൽ ഒരു ഗോസ്റ്റ് ഹണ്ടിങ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ക്ലോസർ സ്പേസിൻ്റെ അകത്ത് നടക്കുന്ന ഫൈറ്റ് സീക്വൻസും അല്ലെങ്കിൽ ഒരു ആക്ഷൻ കോമഡി അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി മൂവിയാണ്. സോ എന്തായാലും കണ്ടു നോക്കുക. സിനിമയുടെ പേര് പോലെ തന്നെയാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ആ ഒരു ഫ്ലൈറ്റിനകത്ത് നടക്കുന്ന ഇടിയാണ് സിനിമ സംസാരിക്കുന്നത്. ഒരു ചെറിയൊരു തല്ലുമാല സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. സോ എന്തായാലും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.